أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. സൂറത്തുൽ ളുഹ വല്ളുഹ വല്ലൈലി ഇദാ സജ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിൻ്റെ 29ാമത്തെ ദിനങ്ങളിലാണ് നമുക്ക് നിലനിൽക്കുന്നത്. ഇന്നത്തോടുകൂടെ പരിശുദ്ധ റമദാനിലെ ഈ ക്ലാസ് ഇവിടെ തൽക്കാലം അവസാനിക്കും ഇൻഷാ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ചെറിയ അവസാന ഭാഗത്തുള്ള ചെറിയ സൂറത്തുകൾ മാത്രമേ ഇന്ന് നോക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വിശദമായിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. എല്ലാവരും ഖത്മുകളൊക്കെ തീർത്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ധാരാളം ഖത്മുകളൊക്കെ 2, 3, 4, 5 തീർത്ത ആളുകളൊക്കെ ഉണ്ടാകും. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ദുആ ചെയ്യാം. സൂറത്തുൽ ളുഹ നമ്മളൊക്കെ നിസ്കാരത്തിലൊക്കെ സാധാരണയായിട്ട് ഓതുന്ന ചെറിയ സൂറത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട സൂറത്തും കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ളുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ ഖൈറുല്ല ഇദ്ഗാമും ബിലാഗുന്ന വലസൗഫ യുഅ്തീക റബ്ബുക ഫതറുല്ലാഹ്. അവസാനം മദ്ദുണ്ട്. ആ മദ് അവിടെ വഖഫ് ചെയ്യുന്നില്ലെങ്കിലേ വരുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഒരു അലിഫിൻ്റെ ആ ഒരു ഖദർ നീട്ടിയാൽ മതി. ഫതറുല്ലാഹ് അലം യജി അലം യജിദ്ക അലം യജിദ് അലം യജിദ് അലം യജിദ്ക യതീമൻ ഫആവ. അവിടെ ജീമിന് സുക്കൂനായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അലം യജിദ്ക യതീമൻ ഫആവ അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ. മദ് ലാസിമാണ്. വവജദക ആയിലൻ ഫഅഗ്നാ فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. മേലെ പല്ലിൻ്റെയും താഴെ പല്ലിൻ്റെയും ഇടയിലായിട്ട് നാവിൻ്റെ തലഭാഗത്തുനിന്ന് ഒരു തട്ടാത്ത ഒരു രൂപത്തിൽ പറയാം. ഒരു സ്മൂത്തായിട്ട് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക അല്ലദീ അൻഖള ലഹ്റക. ഒന്ന് ലോ ലേ ലോദാണ്, മറ്റൊന്ന് ല ആണ്. ലോദും ലാവും. അല്ലദീ അൻഖള ലഹ്റക ورفعنا لك ذكرك
فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب فانصب إخفاء ചെയ്യണം. بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين بلى وأنا على ذلك من الشاهدين والشاكرين والحمد لله. بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى كلا هذا منفصل إن الإنسان إخفاء ليطغى أرآه استغنى أرآه استغنى നൂനിൻ്റെ ശേഷം റാ നൂനിൻ്റെ ശേഷം റാ ലാമ് രണ്ടക്ഷരം വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന ചെയ്യണം. നേരെ കൂട്ടി യോജിപ്പിക്കാന്ന് മാത്രം. അർആഹു ഇസ്തഗ്ന ഹുസ്തഗ്ന ഹു അർആഹു ഇസ്തഗ്ന ഇന്ന ഇലാ റബ്ബിക റുജ്അ أرأيت الذي ينهى عبدا إذا صلى عبدا إذا صلى അവിടെ ഇൽഹാർ ചെയ്യണം. أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى ألم يعلم بأن الله يرى ألم മീമിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. يعلم بأن അവിടെ ഇഖ്ഫാ ചെയ്യണം. മീമിൻ്റെ ശേഷം ബ വന്നു അല്ലേ. بأن الله يرى كلا لئن لم ينتهي لنسفعا بالناصية كلا لئن لم ഈ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. كلا لئن لم ആ നൂന് ഉച്ചരിക്കൂല, ഇദ്ഗാമും ബിലാഉന്നയാണ്. നൂനിൻ്റെ ശേഷം ലാമ് റാ ഈ രണ്ടക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ്ഗാമും ബിലാഉന്ന കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത് എന്നർത്ഥം. كلا لئن لم ينتهي അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ച നിയമപ്രകാരം ഹി എന്നതിൻ്റെ മുമ്പ് ഇവിടെ എന്തല്ല, ഇവിടെ ആ നിയമമല്ല എന്നർത്ഥം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. كلا لئن لم ينتهي لنسفعا بالناصية ലം യന്തഹി ഹി എന്നത് ഇവിടെ നീട്ടാൻ പാടില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാതെ ചിലപ്പോൾ നീട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. كلا لئن لم ينتهي لنسفعا بالناصية തൻവീൻ്റെ ശേഷം ബാവ് ഒന്ന് ഇഖ്തിലാബ് ചെയ്യണം. നൂനിൻ്റെ തൻവീനെ മറിച്ച് മീമാക്കി കൊടുക്കണം.
ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب كلا لا تطعه واسجد واقترب تطع طائن كسر عين സുക്കൂനാണ് തുതിഅഹു കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്. സജദയുടെ ആയത്താണല്ലോ അല്ലേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 ഇവിടെ നമ്മൾ സുജൂദ് ചെയ്യണം അല്ലേ. സുജൂദ് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ല എങ്കിൽ തസ്ബീഹ് 4 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ്. അത് ഓതിയ ആൾക്കാർക്ക് മാത്രമല്ല, കേട്ട ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. 4 പ്രാവശ്യം എന്ത് ചെയ്യുക, സുജൂദ് ചെയ്യുക. ഒന്നിരിക്കൽ സുജൂദ് ചെയ്യുക, തിലാവത്തിന് സുജൂദ് ചെയ്യുക. അതിനുള്ളൊരു അവസരം നല്ല എങ്കിൽ ഇപ്പോൾ ഈ കേൾക്കുന്ന സമയത്ത് തന്നെ, അല്ലാതെ വേറെ സമയത്തല്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിലാവത്തിന് സുജൂദ് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ ഫോണൊരു ഭാഗത്ത് വെക്കുക, സുജൂദ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുക ഇത് ഈ വീഡിയോ ഒക്കെ അത് നിർത്തേണ്ടി വരും. അപ്പോൾ അത് വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് സുജൂദ് ചെയ്യുക എന്നർത്ഥം. അതല്ല ഞാൻ അതിനുള്ള ഒരു അവസരം ഇല്ല എങ്കിൽ 4 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. സൂറത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്ന സൂറത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം പാരായണം ചെയ്യൽ സുന്നത്തുള്ള ഒരു സൂറത്തും കൂടിയാണ് സൂറത്തുൽ ഖദ്ർ. അപ്പോൾ 29 രാവിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റമളാനിൻ്റെ ദിവസങ്ങളിൽ ഒക്കെ സൂറത്തുൽ ഖദ്റൊക്കെ പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലൊക്കെ പ്രത്യേകമായിട്ട് സൂറത്തുൽ ഖദ്ർ മഹാന്മാരൊക്കെ എണ്ണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 100ഉം അതുപോലെ തന്നെ 1000ങ്ങളൊക്കെ നമ്മൾ എണ്ണി തീർക്കുകയാണെങ്കിൽ ആ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവിലെ ഞാൻ സ്പോട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ ആ ദിവസമാണെങ്കിൽ വലിയ മഹത്വമാണ്. അപ്പോൾ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഒറ്റ രാവുകളിൽ അല്ലെങ്കിൽ അവസാനത്തെ 10കളിലൊക്കെ ഈ ഒരു സൂറത്ത്, വിശുദ്ധ ഖുർആൻ എങ്ങനെ ഓതിയാലും എന്ത് കർമ്മം ചെയ്താലും ഒക്കെ കൂലിയാണ്. എങ്കിലും പ്രത്യേകിച്ച് ഈ സൂറത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. മിൻ ഇദ്ഹാർ ചെയ്യണം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ വെളിവാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ يتلو صحفا مطهرة.
സുഹ് ഹാന് സുക്കുനായി പോകാൻ സാധ്യതയുണ്ട്. ഫീഹ കുതുബുൻ ഖയ്യിമ. ഇവിടൊക്കെ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഹാത്ത ഉള്ളത് കൊണ്ട് ഖയ്യിമ. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ആണുള്ളത് ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها إذا أي രണ്ടും മാറ്റണ്ടേ എന്ന് പറയുമ്പോൾ മേലെ പല്ലിൻ്റെ താഴ്ഭാഗത്ത് ആ തലയുടെ ഭാഗത്ത് നാവിൻ്റെ തലഭാഗം തട്ടുക എന്നുള്ളത് പറയുമ്പോൾ മേലെ പല്ലിൻ്റെ മേൽഭാഗം കൊണ്ട് ഇങ്ങനെ ചാരിയിട്ട് പോകുന്ന സംഗതമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. അവിടെയൊക്കെ ഒരു അലിഫ് നീട്ടുക. അസ്ഖാലഹാ കൂടുതൽ നീട്ടാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. വഖാലൽ ഇൻസാനു മാ ലഹാ يومئذ تحدث أخبارها يومئذ يومئذ تحدث أخبارها بأن ربك أوحى لها രണ്ടും ഒരേപോലെ നീട്ടുക. يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഈ അവസാന ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫമൻ യഅമൽ ഇദ്ഗാം ബിഗുന്ന നൂനിൻ്റെ ശേഷം നൗമി നൂന് വാവ് മീമ് യാ ഈ നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാം ചെയ്യണം, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. فمن يعمل مثقال ذرة خيرا يره. ഒന്ന് ഇൽഹാറാണ്, മറ്റൊന്ന് ഇദ്ഗാം ബിഗുന്നയാണ്. ومن يعمل مثقال ذرة شرا يره. നേരത്തെ ദർറത്തിൻ എന്ന് പറഞ്ഞപ്പോൾ ഇൽഹാർ ചെയ്തു, ഇവിടെ ഷീനാണുള്ളത്. ذرة شرا يره
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽആദിയാതി ളബ്ഹ ഫൽമുരിയാതി ഖദ്ഹ فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد وإنه هو എന്ന് ചെറിയൊരു നീട്ടൽ നീട്ടുക وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور. ഇവിടെ റായിന് എന്ത് ചെയ്തണം? ഇവിടെ സുക്കൂൻ ചെയ്തു അല്ലേ? അവിടെ സുക്കൂന് പിന്നെ അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ റായിന് തർത്തീക്കാണ് ചെയ്യേണ്ടത്. وحصل ما في الصدور إن ربهم بهم يومئذ لخبير. بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة هطاوند അവസാനം يوم يكون الناس كالفراش المبثوث وتكون الجبال كالإهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية فأما من ثقلت موازينه فهو في عيشة راضية കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ വായിക്കാം. وأما من خفت موازينه وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية إظهار جنم. بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر. റായിന് സുക്കൂന് മുമ്പ് കസ്ർ തർക്കീക്ക് ചെയ്യണം. حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. يا آية പ്രത്യേകം ശ്രദ്ധിക്കുക. ثم لتسألن يومئذ തൻവീന് ശേഷം ഐന് വന്നു. ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഹംസ ഹ അല്ലെ, അ ഇ ഉ ഇതൊക്കെ ഹംസയാണ്. ഹ ഹ ഖ ഐന് ഗൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഹാർ ചെയ്യണം എന്നുള്ളതാണ്. യൗമഇദിൻ അനിൻ നഈം. നമ്മുടെ ചാനലെടുത്ത് നോക്കിയാൽ മതി. ഇഖ്ഫാവും ഇദ്ഹാറും ഒക്കെ മറ്റുള്ള നിയമങ്ങളൊക്കെ വളരെ വ്യക്തമായി ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചാനലിലൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മുമ്പെയുള്ള ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ
ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഖുസ്ർ വൽ അസ്ർ അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. വൈലുല്ലി തൻവീനേഷൻ ലാമ് വന്നു, ലാമ് റാ നേരെ കൂട്ടി യോജിപ്പിക്കുക. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹു يحسب أن ماله أخلده. ഹു എന്നതിൻ്റെ ശേഷം ഹംസ വന്നതുകൊണ്ടാണ് കൂടുതൽ നീട്ടിയത്. യഹ്സബു അന്ന മാലഹു അഖ്ലദഹു കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമഹ്. ലയും നൂനിനെ മാറ്റി മീമാക്ക. നൂനിൻ്റെ ശേഷം ബാ വന്നു, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നു, ഇഖ്ലാബ്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമഹ് വമാ അദ്റാക മൽ ഹുതമഹ് നാറുല്ലാഹിൽ മൂഖദഹ് التي تطلع على الأفئدة إنها عليهم مؤصدة إنها عليهم مؤصدة في عمد ممددة. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. الذي أطعمهم الذي مد منفصل الذي أطعمهم من جوع وآمنهم من خوف. من جوع وآمنهم ഒന്ന് ഇഖ്ഫാണ്, മറ്റൊന്ന് ഇദ്ഗാമും ബിഗുന്നയാണ്. وآمنهم من خوف. വഖഫ് ചെയ്യുമ്പോൾ ഇവിടൊക്കെ ഖുറൈശ് വസ്സൈഫ് റബ്ബ ഹാദൽ ബൈത്ത് الذين وآمنهم من خوف. വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ഓ വാവ വരികയും ആ യാഇനും വാവിനും സുക്കൂൻ ആവുകയും ചെയ്താൽ അതിനു മുമ്പ് എന്ത് ചെയ്യോ ഫത്ഹ് വരുന്നു അല്ലേ. ബൈത്ത് വസ്സൈഫ്
ഖുറൈശ് ഖൗഫ്. ഇവിടെ എന്താണ് വഖഫ് ചെയ്തു. തൊട്ട് മുമ്പുള്ള വാവിന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മദ് ലീൻ വരും. ഒന്ന് സാധാരണ നീട്ടുന്നതിലേറെ ഒന്ന് നീട്ടുക. ഖൗഫ് എന്ന് പറഞ്ഞാൽ പോരാ, ഖൗഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ فذلك الذي يدعو اليتيم عينين شدند ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إنا أعطيناك الكوثر مد منفصل فصل لربك وانحر فصل لربك وانحر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنا عابد ما عبدتم ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ولا أنتم ولا എന്നുള്ള മദ് മുൻഫസിലാണ്. അന്തും ഇഖ്ഫ ചെയ്യണം. വല അന നാലാമത്തെ ആയത്തിൽ വല അന അന എന്ന് പറയാൻ പാടില്ല. അതിന് മേലെ ഒരു പൂജ്യം കണ്ടില്ല, അത് ഉച്ചാരണത്തിൽ വരില്ല എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് താഇന് ഹഇന് ഒക്കെ സുക്കൂൻ ചെയ്തുകൊണ്ട് വഖഫ് ചെയ്യാം. ഹഇന് സുക്കൂൻ കൊടുക്കുക. വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വസ്തഗ്ഫിർഹു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഈ ഹു വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ആദ്യത്തെ ഹു എന്നതിനെ നീട്ടുകയില്ല, രണ്ടാമത്തെ ഹു എന്ന് നീട്ടുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد
രണ്ട് മീമുണ്ട്, ആ രണ്ട് മീമും മണിക്കേണ്ടതാണ്. ഫീ ജീദിഹ ഹബ്ലും മിൻ മസദ്. ചിലപ്പോൾ അറിയാതെ ഏതെങ്കിലും ഒരു മീമ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഇദ്ഗാമ് ചെയ്യാതെ ഓതിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീ ജീദിഹ ഹബ്ലും മിൻ മസദ്. ഹബ്ലും മി ഹബ്ലും മിൻ മസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് ലം യലിദ് വലം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലം ഇദ്ഹാർ ചെയ്യണം. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. മിൻ ശർരി ഇഖ്ഫാ ചെയ്യണം. വമിൻ ശർരി ഗാസിഖിൻ ഇദ്ഹാർ ചെയ്യണം. ഹംസ വന്നു. വമിൻ ശർരി നഫ്ഫാഥാതി അവിടെ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് നൂനിന് ശബ്ദമുണ്ട്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് മലികിൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ്. അവിടെ കാഫിന് ശബ്ദ കൂട്ടി പറയാൻ സാധ്യതയുണ്ട്. മലിക്കിൻ നാസ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അത് ഒരു കാരണവശാലും പറയാൻ പാടില്ല. മലിക്കിൻ നാസ് കാഫിന് ശബ്ദില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്ക ആളുകളിലും വരുന്ന ഒരു പിഴവാണ് കാഫിന് ശബ്ദ കൂട്ടി പറയുക എന്നുള്ളത്. മലിക്കിൻ അത് ബിറബ്ബിൻ നാസ് എന്ന് പറഞ്ഞ പോലെ മലിക്കിൻ നാസ് എന്ത് ചെയ്യണം, അവിടെ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും ഓതുന്ന ഒരു സൂറത്തും കൂടി ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون.
സ്വദഖല്ലാഹുൽ അലിയ്യുൽ അലീം. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരു ഖത്മ് ഇങ്ങനെ ഓതി തീർത്തു. അള്ളാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ മഹത്തായ സൗഭാഗ്യമാണ് ഖത്മുകൾ തീർക്കുക എന്നുള്ളത്. ധാരാളം ഖത്മുകൾ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഖത്മ് തീർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവസാനം നിർത്തി എന്നുള്ളതല്ല, ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു തൽക്കാലം ഒരു ഖത്മ് തീർത്തു, അപ്പോൾ അത് എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഖത്മ് അല്ലെങ്കിൽ അടുത്ത ഖത്മ് തുടങ്ങി വെക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഫാത്തിഹയും അതുപോലെ തന്നെ അലിഫ്ലാമിയും സൂറത്തുൽ ബഖറയുടെ തുടക്ക ഭാഗം ഒന്ന് ഓതി വെച്ചത്. നമ്മൾ നിർത്തിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതങ്ങനെ ഓതി വെക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധ റമളാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ്. റഹ്മാനായ റബ്ബേ, റമളാൻ 29 രാവിലാണ്, പകലിലാണ്. റഹ്മാനായ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. ധാരാളം റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ധാരാളം ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധ റമളാൻ തുടങ്ങിയതെന്നാണ് പടച്ച റബ്ബേ, എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. റഹ്മാനായ റബ്ബേ, അമലുകൾ വളരെ കുറവാണ്. ഉള്ള അമലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഖത്മുകൾ തീർത്തിട്ടുണ്ട്, അല്ലാതെയും ഞങ്ങൾ ധാരാളം ഖത്മുകൾ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ട്. അർഹമുർ റഹീമായ അല്ലാ, നീ പരിപൂർണമായിട്ടും ഖബൂലാക്കണേ അല്ലാ. നീ പരിപൂർണമായിട്ടും സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഓരോ ഹർഫിനും ധാരാളം ഹസനത്തുകൾ ഞങ്ങളെ നീ രേഖപ്പെടുത്തി വെക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ദിവസവും ഞങ്ങളെ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട്, ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ നീ പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അവിടത്തോടുള്ള മഹബ്ബത്തിന് ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിച്ച് നൽകണേ റഹ്മാനെ. അവിടത്തോടുള്ള മഹബ്ബത്തിന് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവിടുന്ന് പഠിപ്പിച്ച അവിടുത്തെ ചര്യ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. പൂർണ്ണ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയറച്ചുകൊണ്ട് ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. നിങ്ങളെ അഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾ ഓതിയതിൻ്റെയും ഞങ്ങൾ ചൊല്ലിയതിൻ്റെ ഒക്കെ മിസ്ല സവാബിന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞങ്ങളെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അവിടത്തോടുള്ള മഹബ്ബത്ത് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, എല്ലാവിധ മഹാന്മാരുടെയും ഹളറാത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ എല്ലാവരുടെയും ഹളറാത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. സഹാബ കിറാമിൻ്റെ ഒക്കെ ഹളറാത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന്, ഞങ്ങളെ അയൽവാസികളിൽ, ഞങ്ങളുടെ നാട്ടുകാരിൽ നിന്ന് റഹ്മാനായ റബ്ബേ, മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തീങ്ങൾ, മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തീങ്ങൾ ആരൊക്കെയോ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉമ്മ മരണപ്പെട്ടുണ്ട് റഹ്മാനായ റബ്ബേ. മരണപ്പെട്ടവരുണ്ട് റഹ്മാനായ റബ്ബേ. വല്യമ്മയും ഉമ്മാമയും ഒക്കെ ഉപ്പാപ്പയും മരണപ്പെട്ടവരുണ്ട് റഹ്മാനായ റബ്ബേ. സഹോദരിമാര്, സഹോദരന്മാര്, യേശാനുജന്മാര് റഹ്മാനായ റബ്ബേ. എല്ലാവർക്കും എല്ലാവരുടെയും ഹദറാത്തിലേക്ക് ഇതിന്റെ മിസ്ൽ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. അവിടൊക്കെ ഖബറിടം നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളാക്കിയ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളെ മാതാപിതാക്കള് റഹ്മാനായ റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാ. പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ശാരീരികമായ പ്രയാസങ്ങൾ, എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ മാനസികമായ, പൈശാചികമായ, ശാരീരികമായ എല്ലാവിധ രോഗത്തൊട്ടും
സമയത്തും നീ കാക്കണ റഹ്മാനെ, നീ കാത്ത് സംരക്ഷണം നൽകണ റഹ്മാനെ, പരിപൂർണ ശിഫ നൽകണ റഹ്മാനെ, ആജിലായ ശിഫ നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, പല സമയത്തും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബേ, നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ, നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്നവരെ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരെ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ്. റമദാൻ റഹ്മാനായ റബ്ബേ നിന്റെ പക്കലിൽ ചെന്നുകൊണ്ട് പറയുന്ന സമയത്ത്, സാക്ഷി പറയുന്ന സമയത്ത്, റഹ്മാനായ റബ്ബേ നീ ചോദിക്കുന്ന സമയത്ത്, എൻ്റെ അടിമകൾ എന്താണ് അവർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, റഹ്മാനായ റബ്ബേ എൻ്റെ അടിമകൾ അവിടെ ദിക്ർ ചൊല്ലുകയാണ്, പരിശുദ്ധ ഖുർആൻ ഓതുകയാണ്, നിസ്കരിക്കുകയാണ്, നോമ്പ് നോക്കുകയാണ് എന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയുമ്പോൾ, റഹ്മാനായ റബ്ബേ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ, പ്രതികൂലമാക്കല്ലേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, റമദാൻ വന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ അത്ഭുതപ്പെടുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. റഹ്മാനായ റബ്ബേ, ആ അത്ഭുതപ്പെടുമ്പോൾ റഹ്മാനായ റബ്ബേ ഞങ്ങളെ കാര്യം അവിടുന്ന് പറയുമ്പോൾ മലക്കുകൾ അത്ഭുതപ്പെടാനുള്ള സാഹചര്യം നൽകണേ അല്ലാ, അതിനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ, നീ സാഹചര്യം നൽകണേ റഹ്മാനെ. ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ, സന്മനസ് നൽകണേ റഹ്മാനെ, സാഹചര്യം നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളെ എല്ലാവിധ ഷർറിൻ്റെയും തിന്മയുടെയും കവാടങ്ങളെ നീ കൊട്ടി അടക്കപ്പെടണേ റഹ്മാനെ. ഖൈറായ വഴികൾ നീ തുറന്നു നൽകണേ റഹ്മാനെ, ഖൈറിൻ്റെ വഴികൾ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഖൈറിൻ്റെ വഴികൾ അടുപ്പിച്ചുകൊണ്ട് ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും സന്മനസ്സും സാഹചര്യവും നീ നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ റബ്ബേ, പ്രത്യേകിച്ച് കഴിഞ്ഞ റമദാൻ ഞങ്ങളോട് കൂടെ ഉണ്ടായവരെ ഈ പരിശുദ്ധ റമദാൻ ഞങ്ങളോട് കൂടെ ഇല്ല റഹ്മാനെ റബ്ബേ, അവിടുത്തെ ഖബറിടം നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അടുത്ത റമദാൻ വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാവുമോ എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. റഹ്മുർ റഹീമായ അല്ലാ, ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസിനി പ്രദാനം ചെയ്യണ റഹ്മാനെ, ഇബാദത്തിലായി കൊണ്ടുള്ള ദീർഘായുസിനി പ്രദാനം ചെയ്യണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ചെയ്ത അമലുകൾ വളരെ കുറവാണെങ്കിലും നീ ഉള്ളത് നീ പൊരുത്തപ്പെട്ട് നീ പരിഹരിച്ച് അതിലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും നീ കബൂലാക്കണേ അല്ലാ. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് മറ്റാരോടും ചോദിക്കാനില്ല. അർഹമുർ റഹീമായ റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്തുക്കളെ മുൻനിർത്തിക്കൊണ്ട് മഹാനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ ഔലിയാക്കൾ മഹാരഥന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ് റഹ്മാനായ റബ്ബേ. അവരെ ഞങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്ന ഞങ്ങളിൽ ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. ഒന്നും എല്ലാം ഉള്ളവരെ നിന്റെ മഹാരഥന്മാരെ, നിന്നോട് കൂടുതൽ അടുത്ത ഇബാദത്തുകളെ കൊണ്ട് അടുത്ത നിന്റെ മഹാരഥന്മാര് അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത് റഹ്മാനായ റബ്ബേ. ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് റഹ്മാനായ റബ്ബേ. എല്ലാ അമ്പിയാക്കളെ ഔലിയാക്കളെ സ്വാലിഹീങ്ങള് അവരൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. ചോദിക്കാൻ കാരണം റഹ്മാനായ റബ്ബേ, അവരൊക്കെ നിന്റെ ഇബാദുകളാണ്, നിന്റെ ഇഷ്ടദാസന്മാരാണ് റഹ്മാനായ റബ്ബേ. ഞങ്ങളെയും അതുപോലെ നീ പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെല്ലാ കാര്യം നീ ഏറ്റെടുത്ത് നീ റാഹത്തിലാക്കി തരണേ അല്ലാ, നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും ഞങ്ങളെ മക്കളിലും ഞങ്ങളെ ഇബാദത്തുകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ ആരോഗ്യത്തിലും ഞങ്ങളെല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണ റഹ്മാനെ. ഞങ്ങളിൽ നീ മഹബത്തിനെ വർദ്ധിപ്പിക്കണ റഹ്മാനെ, ഈമാനെ നീ ശക്തിപ്പെടുത്തണ റഹ്മാനെ. ഞങ്ങളുടെ നേതാവ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിനെ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുഖ്ലിസീങ്ങളിൽ നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ.
അല്ലാ. ഞങ്ങളെയും പറയപ്പെട്ടവരെ ഞങ്ങളോട് ബന്ധമുള്ള എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടുത്തെ ചാരത്ത് നിന്നുകൊണ്ട് നിന്റെ ലിഖാ കാണാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാ. നിന്റെ നോമ്പുകാർക്ക് കൊടുക്കുന്ന പ്രതിഫലം മഹത്തായ പ്രതിഫലം നിന്റെ ലിഖാ ആണല്ലോ. നിന്നെ കാണാനുള്ള സൗഭാഗ്യമാണല്ലോ, നിന്നെ കാണാനുള്ള അവസരമാണല്ലോ. ആ അവസരത്തിൽ ഞങ്ങളെയും പറയപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്നെ സിറായിട്ട് ഇബാദത്ത് ചെയ്താൽ നീ റഹ്മാനായ റബ്ബേ സ്വർഗത്തിലേക്ക് നീ സിറായിട്ട് ആരുമറിയാതെ പ്രവേശിപ്പിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചത് ഞങ്ങൾ സിറായിട്ടാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ സാധ്യമല്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നോമ്പിനെ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സിറായിട്ട് നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ധാരാളം പരിശുദ്ധ ഖുർആനുകളൊക്കെ ഓതിയിട്ടുണ്ട്, ഖത്മുകൾ തീർത്തിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. ഒരുപാട് സഹോദരി സഹോദരന്മാർ റഹ്മാനായ റബ്ബേ, വിദ്യാർത്ഥികൾ, ഉമ്മാമ്മമാർ, ഉപ്പാപ്പമാർ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ശബ്ദം ശ്രവിക്കുന്നവർ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നാട്ടിൽ നിന്നും വിദേശത്തും സ്വദേശത്തുമായിട്ട് ഒരുപാട് ആളുകൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ, സ്ഥിരമായിട്ട് കേൾക്കുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. അവരൊക്കെ എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, കടമുള്ളവരുണ്ട്, കടം വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ. ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെയും നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാക്കാൻ, വീട് പണി ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ റബ്ബേ, എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനെ റബ്ബേ, ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാ. ഹുസ്നുൽ ഖാത്തിമ നൽകണേ അല്ലാ. സുഉൽ ഖാത്തിമ നൽകല്ലേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ സയ്യിദിൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ഇനിയുള്ള വിശുദ്ധ ഖുർആൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പരമാവധി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ, ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.